രേവന്ത് റെഡ്ഡിക്കെതിരായ മുഖ്യമന്ത്രിയുടെ പരാമർശത്തിൽ പ്രതികരണവുമായി ജോൺ ബ്രിട്ടാസ് എം.പി. രേവന്ത് റെഡ്ഡി അപമാനിച്ചത് കേരളത്തെയാണ്. തെലങ്കാനയിൽ നിന്ന് രേവന്ത് റെഡ്ഡിയുടെ ആഭിമുഖ്യത്തിൽ 1000 കോടി രൂപയെങ്കിലും കേരളത്തിലേക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് രേവന്ത് റെഡ്ഡിയെ കേരളത്തിൽ കൊണ്ടുവന്ന് മുഖ്യ കാർമ്മികനാക്കിയതെന്നും ജോൺ ബ്രിട്ടാസ് എം.പി. പറഞ്ഞു. ഡാഷ് എന്നാൽ അനുയോജ്യമായ പദം വെച്ച് പൂരിപ്പിക്കാം. നല്ല പദം വെച്ച് പൂരിപ്പിക്കണമെങ്കിൽ പൂരിപ്പിച്ചോളൂവെന്നും ജോൺ ബ്രിട്ടാസ് പറഞ്ഞു. മുഖ്യമന്ത്രിയെ ആക്ഷേപിക്കാൻ രേവന്ത് ആരാണെന്ന് അദ്ദേഹം ചോദിച്ചു. രേവന്ത് റെഡ്ഡിക്ക് കേരളത്തിന്റെ ചരിത്രം അറിയണമെന്നില്ല. പ്രസംഗത്തിൽ ആക്ഷേപിച്ചപ്പോൾ മുഖ്യമന്ത്രി ഒന്നും മിണ്ടിയിരുന്നില്ല. സ്വന്തം ലെറ്റർ ഹെഡിൽ സിനിമാ ഡയലോഗ് എഴുതിവിട്ടപ്പോഴാണ് മുഖ്യമന്ത്രി പ്രതികരിച്ചതെന്ന് ജോൺ ബ്രിട്ടാസ് പറഞ്ഞു. ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ, ബുധൻ, വെള്ളി ദിവസങ്ങളിൽ രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ കണ്ണു ഡോക്ടറുടെ സേവനം ലഭ്യമാണ്. എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ്. ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകൾ കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ തരം കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു. ജോൺസൺ കണ്ണട വ്യാപാരം, ഡിവൈൻ ആശുപത്രിക്ക് എതിർവശം, വടക്കാഞ്ചേരി. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്.